ആരോ വന്നിരിക്കുന്നു. ബെല്ലടിക്കുന്നെന്ന്. ഒന്ന് എഴുന്നേക്കാൻ. എഴുന്നേക്കാൻ. വല്ല പട്ടാളവും പോലീസും ആയിരിക്കുമോ? ഹോസ്റ്റലിൽ നിന്ന് ആരെങ്കിലും ആണ്. ആ, എവിടെ നിന്നായാലും കാര്യം അപകടമാണെന്നാ തോന്നുന്നത്. പുറത്തേക്കെങ്ങും നമുക്ക് പോകണ്ട. പിന്നെ അവർ കഥ ചോട്ടി പൊളിക്കാനോ? ഇത് വല്ലവന്റെയും വീടാ. എനിക്ക് പേടിയാവുന്നു. എന്റെ അച്ഛനാണെങ്കിൽ കൂടെ റൗഡികൾ ഉണ്ടാവും. എന്റെ അപ്പച്ചനാണെങ്കിൽ കൈ തോക്കുമുണ്ടാകും. ആ, വരുന്നത് വരട്ടെ, നമുക്ക് നേരിടാം. ചേടാ മഹാഭാവി, നീ ആളെ പേടിപ്പിച്ചല്ലോ. ഒന്ന് നിൽക്കട ബ്രഹ്മചാരി, നിന്നേക്കാൾ നാണക്കാരനാണ് ഇവൻ. ഇരിക്കടാ. ആരാത്? മനസ്സിലായില്ലേ? ഒരു പെണ്ണ്. നിന്റെ ആരാന്ന് ചോദിച്ചത്? നല്ല ചോദ്യം. എടാ, ആണുങ്ങളായാൽ ഇങ്ങനെ പല അഡ്വഞ്ചറും നടത്തും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ലേ ഇങ്ങനെ വല്ല പെണ്ണുങ്ങളെയും കൊണ്ടുവരുന്നു. വല്ല പെണ്ണുങ്ങളെയും കൊണ്ടുവരുന്ന പതിവ് നിർത്തി. പിന്നെ ഇതോ, നല്ല പെങ്കൊച്ചായതിനാൽ ഒന്ന് വളയ്ക്കാൻ ശ്രമിച്ചു നോക്കി. ഊരി പോരാൻ പഠിച്ച പണി 18 നോക്കി. കാര്യം പറഞ്ഞ് നമ്മൾ വീടുന്നില്ല. സത്യം. പക്ഷേ ഇടയിലൊരു അഡ്വഞ്ചർ ഉണ്ട്. ഹോസ്റ്റലിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതാണ്. പിന്നാലെ പോലീസും പട്ടാളവും വരാം. ആ, താക്കോൽ നിന്നെ തന്നെ ഇരിക്കട്ടെ. പോകാൻ വരട്ടെ. ഇവരുടെ വീട്ടുകാരും പോലീസ് മാത്രമാണെങ്കിൽ ഞാൻ അരക്കായി നോക്കിയേനെ. പക്ഷെ എന്റെ അപ്പച്ചനും അമ്മച്ചും ഏത് നിമിഷവും കൂടി കയറി വരാം. അതിനു മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ എത്തണം. നീയാണ് ഒന്നാം സാക്ഷി. ആ, ഒടുവിൽ നിന്നെ പിടിച്ചു കെട്ടാൻ ഒരുത്തി ഉണ്ടായല്ലോ. ശരി, പോവാം. ഒന്ന് കുളിക്കാതെയോ? നല്ലൊരു കാര്യത്തിന് പോകുമ്പോ ശുദ്ധമായിരിക്കണ്ടേ? കുറെ കഴിയുമ്പോൾ കല്യാണക്കാരും മറന്നു പോരുത്. ഇത് പെണ്ണ് വേറെ. ആ, എല്ലാവരെയും പോലെയാണെന്ന് വിചാരിച്ചു. ഇപ്പം കുടുങ്ങി. ഞാനും കുടുങ്ങിയടാ. നീയോ? ഏത് പെണ്ണ്? അമ്മ വിവാഹം നടത്തിയേ അടങ്ങൂ. കഴിയൂടെ. ഉറങ്ങിയില്ലേ? ഞാനെന്നും രാത്രി 10 മണിക്ക് തന്നെ ഉറങ്ങും. ഇനി പതിവ് തെറ്റും. ഞാൻ മുഴുവൻ കുടിച്ചു. സാരമില്ല. ഞാൻ ആശിച്ചു, എനിക്ക് കിട്ടി. എത്ര ഭാഗ്യവതിയാണ് ഞാൻ. നമുക്ക് കിടക്കാം. വിളക്കണിക്കട്ടെ. വല്ലാത്ത ഉഷ്ണം. ഫാന്റെ സ്പീഡ് കൂട്ടട്ടെ. ഞാൻ ജോലി രാജിവെക്കണമെന്നാണോ? നമുക്ക് എവിടെ പോണം? എന്താ ചേട്ടൻ വേർക്കുന്നത്? ടെമ്പറേച്ചർ ഉണ്ടല്ലോ. സാരമില്ല. ഡോക്ടറെ വിളിക്കണോ? വേണ്ട. ഇങ്ങനെ വരാറുണ്ടോ? വെയിൽ കൊണ്ടിട്ടായിരിക്കും. സാരമില്ല, ഇങ്ങനെ കിടന്നോളൂ.
കരഞ്ഞത്? ഞാൻ ഒച്ച കേട്ട് പേടിച്ചുപോയി. സ്വപ്നം കണ്ട് പേടിച്ചതായിരിക്കും. എന്താ മോളെ? ചേട്ടൻ സ്വപ്നം കണ്ട് കരഞ്ഞതാണ്. അതവന് പണ്ടേ ഉള്ളതാ, സാരമില്ല. മോള് പോയി കിടന്നുറങ്ങിക്കോ. ചേട്ടാ, ചേട്ടാ എഴുന്നേൽക്കൂ. ചായ കുടിക്കണ്ടേ? പിന്നെ എന്നും 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആളിന് ഇന്നെന്ത് പറ്റി? ഇന്നലെ രാത്രിയിൽ എന്തായിരുന്നു? മിനി ചായ കുടിച്ചോ? അമ്മ ഒരു ഓടി വന്നു. മോനെ പുതിയ പെണ്ണ് ഉപദ്രവിച്ചെന്ന് വിചാരിച്ചു കാണും. സോറി, ഇന്നലെ ആ പാല് മുഴുവൻ ഞാൻ കുടിച്ചു. മുമ്പ് ഒറ്റയ്ക്കായിരുന്നല്ലോ, ആ ഓർമ്മയായിരിക്കും. ഇനി ഒരാൾക്ക് കൂടി തരണം. മിനി ഇന്നലെ എന്തൊക്കെയോ ചോദിച്ചു. ആ ചോദിക്കായിരുന്നു. പെണ്ണുങ്ങൾക്കാണ് ഇങ്ങനെ വരാറുള്ളത്. രാജിക്കത്ത് ഇന്ന് തന്നെ എഴുതി തന്നേക്ക്. ഓഫീസിൽ പോകുന്നുണ്ടോ? പോകാതെ? വേണ്ട വേണ്ട, 2 ആഴ്ചത്തെ ലീവ് എടുക്കും. 2 ആഴ്ചയോ? എന്നിട്ട് എന്ത് ചെയ്യാൻ? നമുക്ക് പല സ്ഥലത്തും പോകാനുണ്ട്. മധുവിധുവിനോ? അതൊക്കെ ഇപ്പോഴല്ലേ വേണ്ടത്. ശരിയാണ്. ഇവിടെയാണെങ്കിൽ അമ്മയുള്ളത് കൊണ്ട് എനിക്കെന്തോ ഒരു എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട്. അമ്മാവൻ സംസാരം നിർത്തണ്ടേ? അമ്മാവൻ അസുഖമായതുകൊണ്ട് വിവാഹത്തിനെത്താൻ സാധിച്ചില്ല. എന്നിട്ട് പോയോ? രാവിലെ പോയാൽ മതിയെന്ന് അമ്മ പറഞ്ഞു. സുഖമില്ലാത്ത ആളല്ലേ. കിടക്കാനായോ? മിനിക്കോ? അമ്മാവൻ എന്തൊക്കെ കൊണ്ടുവന്ന് കാണണ്ടേ? അതൊക്കെ രാവിലെ നോക്കാം. ഉറങ്ങാൻ ഇത്ര ധൃതിയോ? ഉറങ്ങാനല്ല, ഉറങ്ങാതെ കിടന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാൻ. മധു, 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 എന്താ അമ്മേ? ഒന്ന് ഓടി വാ മോനെ. അമ്മാവനൊരു ശ്വാസം മുട്ടല് പോലെ. ചേട്ടാ, ചേട്ടാ, ഡോക്ടറെ വിളിക്കട്ടെ അമ്മവാ? വേണ്ട, ഗുളികയുണ്ട്. ഇതാണോ നോക്കിയ മോനെ? ഇതാണോ അമ്മ? 2 എണ്ണം.
ഞാൻ പോയി ഡോക്ടറെ കൊണ്ടുവരാം. വേണ്ട. മോള് പോയി കിടന്നുറങ്ങിക്കൂ. എങ്ങനെയുണ്ട് ചേട്ടാ? മധു, മോൻ പോയി കിടന്നുറങ്ങിക്കൂ. എന്തിനാ എങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത്? അമ്മ നോക്കിക്കോളാം. അമ്മാവിന് ഭേദമുണ്ടോ? സാരമില്ല. സുഖക്കേട് വരാൻ കണ്ട ഒരു സമയം അല്ലേ? ഉറക്കം വരുന്നില്ലേ? ഇല്ല, ചേട്ടൻ വരാൻ കാത്തുകിടക്കുകയായിരുന്നു. രണ്ട് ദിവസമെങ്കിലും ഇവിടെ സ്വസ്ഥമായിട്ട് കഴിയണം. 2 ദിവസത്തിന് നാളെ പോയിക്കൂടെ? ഇവിടെ 2 ദിവസം, പിന്നെ കോവളം, കന്യാകുമാരി. ചേട്ടൻ എന്താ ഇങ്ങനെ? മധുവിന്റെ ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. ആ, ഞാൻ ആദ്യം കുളിച്ചിട്ട് വരാം, പിന്നെ ചേട്ടൻ. ഇപ്പൊ എന്നെ നോക്കിയാ മതി. ചേട്ടൻ എന്താ ഇത്ര നാണം? അമ്മ ഒരു കാര്യം പറഞ്ഞു. ഏതമ്മ? ചേട്ടന്റെ. എന്തു പറഞ്ഞു? പറയാം, ഇപ്പോഴല്ല, എങ്കിലും. ധൃതിയോ? രണ്ടമ്മമാർക്കും ചേട്ടന്റെ കുഞ്ഞിനെ കാണാൻ ധൃതിയായി. നീ പോയി കുളിച്ചിട്ട് വരൂ. Yes, come in. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ബെല്ലടിച്ചാൽ മതി. ശരി. ആരാ ചേട്ടാ? ആഹാരം കൊണ്ടുവന്നതാ. ആ, ബ്രെഡ് റോസ്റ്റും കട്ട്ലറ്റും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വല്ലതും വേണോ? അതൊന്നും പോരാ. പറയൂ, ബെല്ലടിക്കാം. ഈ ചേട്ടൻ എനിക്ക് എന്താ വേണ്ടെന്നറിയില്ലേ? ആപ്പിൾ ജ്യൂസോ? എന്തെങ്കിലും ആകട്ടെ. ആ, വരട്ടെ, പിന്നെ മതി. ഇപ്പോഴേ കഴിക്കണോ? ആ ജോലി തീരുമല്ലോ. ഇപ്പൊ വേണ്ട, കുറെ നടന്നതല്ലേ, നമുക്കൊന്ന് കിടക്കാം. ഇവിടെ ആരും വരില്ല. നമുക്ക് ഈ രാത്രി മുഴുവൻ നമുക്കുറങ്ങണ്ട.
എന്നെ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടമായോ? കല്യാണം കഴിക്കാൻ എന്തായിരുന്നു മടി? ചേട്ടന്റെ വീട്ടിൽ കൂട്ടുകാരനിപ്പോൾ പൊടി പൊടിക്കായിരിക്കും.